ഇപ്പോൾ നമ്മൾ ജീവനോടെ ഇരിക്കുന്നുണ്ട് എന്നതിൻ്റെ അർത്ഥം കഴിഞ്ഞ 60,000 വർഷങ്ങളായി നമ്മുടെ പൂർവികരിൽ ഒരാൾ പോലും വളരെ നേരത്തെ മരിച്ചു പോയിട്ടില്ല എന്നുള്ളതാണ്. കേൾക്കുമ്പോൾ വളരെ നിസ്സാരമായിട്ടോ ചിലപ്പോൾ പൊട്ടത്തരമായിട്ടോ ഒക്കെ തോന്നാം. പക്ഷെ ഞാൻ ഈ പറയുന്ന കാര്യത്തെ ആഴത്തിലൊന്ന് ചിന്തിച്ചു നോക്കിയേ. കൊടും തണുപ്പിലൂടെ, മഹാമാരികളിലൂടെ, പട്ടിണികളിലൂടെ, വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങൾക്കിടയിലൂടെ, വിശാലമായ സമുദ്രത്തിലൂടെ ഒക്കെ കടന്നുപോയ ഒരു വലിയ ചരിത്രമുണ്ട് നമ്മൾ മനുഷ്യർക്ക്. ആ ചരിത്രത്തിലെ ഓരോ കണ്ണിയും, അതായത് നിങ്ങളുടെ നേരിട്ടുള്ള ഓരോ പൂർവികനും അടുത്ത തലമുറയ്ക്ക് ജന്മം നൽകാൻ പാകത്തിൽ ജീവൻ നിലനിർത്തുകയായിരുന്നു. ആ ഒരു 60,000 വർഷങ്ങൾക്കിടയിൽ എവിടെയെങ്കിലും വെച്ച് ആ ഒരു ചങ്ങല പൊട്ടിയിരുന്നുവെങ്കിൽ ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാകുമായിരുന്നേയില്ല. ഭൂമിയിലെ ഏറ്റവും വലിയ, ഒരിക്കൽ പോലും മുറിഞ്ഞു പോകാത്ത അതിജീവനത്തിൻ്റെ കഥയുടെ അവസാനത്തെ കണ്ണിയാണ് നമ്മളെല്ലാവരും എന്ന് വേണമെങ്കിൽ പറയാം. ഇനി മറ്റൊരു കാര്യം കൂടി നിങ്ങളൊന്ന് ചിന്തിക്കുക. ആഫ്രിക്കയ്ക്ക് പുറത്തുള്ള നമ്മളെല്ലാവരും നമ്മുടെ പൂർവികരെ അന്വേഷിച്ച് പോവുകയാണെങ്കിൽ ചെന്നെത്തുന്നത് വളരെ ചെറിയൊരു മനുഷ്യക്കൂട്ടത്തിനിടയിലേക്കാണ്. അതൊരു വലിയ രാജ്യമോ ലക്ഷക്കണക്കിന് ആളുകൾ അടങ്ങുന്ന വലിയ ഗോത്രമോ ഒന്നും ആയിരുന്നില്ല. വെറും വിരലിൽ എണ്ണാവുന്ന കുറച്ചു പേരും മാത്രം. ഇന്ന് ലോകത്ത് ഏതെങ്കിലും ഒരു മൃഗത്തിന് ഇത്രയും കുറഞ്ഞൊരു ജനറ്റിക് വെറൈറ്റി അഥവാ ജനിതക വൈവിധ്യം മാത്രമാണ് ഉള്ളതെങ്കിൽ നമ്മൾ അവരെ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ട് സംരക്ഷിക്കാൻ വേണ്ടി കഷ്ടപ്പെടും. അത്രയ്ക്കും കുറവായിരുന്നു ഒരു കാലഘട്ടത്തിൽ ഹോമോസാപ്പിയൻസിൻ്റെ എണ്ണം. സത്യത്തിൽ അതായിരുന്നു നമ്മൾ. ഇത്രയും കുറഞ്ഞ എണ്ണത്തിൽ നിന്നാണ് ഇന്ന് കാണുന്ന 800-900 കോടിയോളം വരുന്ന ജനസംഖ്യയിലേക്ക് നമ്മൾ വളർന്നു വന്നിരിക്കുന്നത് എന്നർത്ഥം. അതായത് മനുഷ്യൻ ഇത്രയൊക്കെ ഡോമിനേറ്റ് ചെയ്യുന്നതിന് തൊട്ടു മുൻപുള്ള കാലഘട്ടത്തിലൊന്നും നമ്മൾ ഹോമോസാപ്പിയൻസ് അത്രയൊന്നും വലിയ സംഭവം ആയിരുന്നില്ല ഭൂമിയിൽ. കൊടും തണുപ്പുള്ള യൂറോപ്പിൽ നിയാണ്ടർതാലുകൾ ഉണ്ടായിരുന്നു. ഏഷ്യയുടെ പല ഭാഗങ്ങളായിട്ട് ഡെനിസോവനുകൾ ജീവിച്ചിരുന്നു. ഇന്തോനേഷ്യയിലെ ഒരു ദ്വീപിൽ വെറും 1 മീറ്റർ മാത്രം മാക്സിമം ഉയരം വയ്ക്കുന്ന ഹോബിറ്റുകളെ പോലെയുള്ള മറ്റൊരു കൂട്ടം മനുഷ്യരും ഉണ്ടായിരുന്നു. ഫിലിപ്പീൻസിലെ ഒരു ദ്വീപിൽ മറ്റൊരു വിഭാഗം. അങ്ങനെ ചുരുങ്ങിയത് 4 വ്യത്യസ്ത തരം മനുഷ്യരെങ്കിലും നമ്മുടെ ഹോമോസാപ്പിയൻസിനൊപ്പം ഭൂമിയുടെ പല ഭാഗത്തായിട്ടുണ്ടായിരുന്നു. ഒപ്പം എന്ന് പറയുമ്പോൾ നമ്മുടെ കൂടെയല്ല. നമ്മളിപ്പോൾ ആഫ്രിക്കയിൽ നിന്ന് പുറത്ത് കിടക്കുമ്പോൾ അതിനു മുൻപ് തന്നെ മനുഷ്യരുടെ പല വിഭാഗങ്ങളും ഭൂമിയിലെ പല ഭാഗത്തായിട്ട് ചെറിയ ചെറിയ തുരുത്തുകളായിട്ട് ജീവിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഇത്രയും മനുഷ്യരുണ്ടായിട്ടും നമ്മൾ ഹോമോസാപ്പിയൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ മനുഷ്യരെന്ന് പറഞ്ഞാൽ ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ അത് ഹോമോസാപ്പിയൻസ് മാത്രമാണെന്നർത്ഥം. എന്തുകൊണ്ടാണ് മറ്റുള്ളവർക്കെല്ലാം വംശനാശം സംഭവിച്ചിട്ട് നമ്മൾ മാത്രം അവശേഷിച്ചത് എന്ന ചോദ്യത്തിന് നമുക്കിപ്പോഴും ഒരു സിംഗിൾ ആൻസർ ഇല്ല. ഒരുപാട് സാഹചര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറയാറുള്ളത്. ശാരീരികമായിട്ട് വലിയ പ്രത്യേകതകളൊന്നും ഇല്ലാതെ ആഫ്രിക്കയുടെ ഒരു ചെറിയ കോണിൽ നിന്ന് ജീവൻ നിലനിർത്തിയ വളരെ കുറച്ച് ആളുകൾ പിന്നീട് പെറ്റുപെരുകി ഒരു സാധാരണ ആൾക്കുരങ്ങ് വർഗത്തിൽ നിന്ന് എങ്ങനെയാണ് പ്രകൃതി തീർത്ത എല്ലാ വെല്ലുവിളികളെയും തടസ്സങ്ങളെയും മറികടന്ന് നമ്മുടെ ഭൂമിയിലെ എല്ലാ വൻകരകളിലേക്കും, അന്റാർട്ടിക്ക ഒഴിച്ച് ബാക്കി എല്ലായിടത്തേക്കും വളരെ കാലം മുൻപ് തന്നെ നമ്മൾ ഇത്രയും പുരോഗതി പ്രാപിക്കുന്നതിന് മുൻപ് എത്തിച്ചേർന്നു എന്നുള്ള ചോദ്യം അത്ഭുതപ്പെടുത്തുന്നതാണ്. ഭൂമിയിലെ മറ്റെല്ലാ മനുഷ്യവംശത്തിനും വംശനാശം സംഭവിച്ചപ്പോഴും നമ്മൾ മാത്രം എങ്ങനെ ഇവിടെ അതിജീവിച്ചു? ജീവൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയൊരു കീഴടക്കലിൻ്റെ കഥ കൂടിയായിരിക്കാം ഒരുപക്ഷെ അത്. ഈ കഥയിലെ ഏറ്റവും മിസ്റ്റീരിയസ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറയാൻ പോകുന്ന പല കാര്യങ്ങളെക്കുറിച്ചും ശാസ്ത്രലോകത്തിന് പല തർക്കങ്ങളുണ്ട് എന്നുള്ളതാണ്. അതായത് ഒരു സിംഗിൾ ആൻസർ അല്ല, പല തെളിവുകൾ, പല സാഹചര്യങ്ങൾ. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വിഷയത്തെക്കുറിച്ച് ആഴത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ വലിയ പഠനശാഖയുടെ ഇടയിലേക്കാണ് ഞാൻ നിങ്ങളെ ഇന്ന് കൂട്ടിക്കൊണ്ടുപോകാൻ പോകുന്നത്. ഒരുപക്ഷെ ഇത് കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള പഠനങ്ങൾ നടത്താനും തെളിവുകളെ അനലൈസ് ചെയ്യാനും ഉള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. വീഡിയോ മുന്നോട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഈ വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഉപയോഗപ്രദമാകുന്ന രീതിയിലുള്ളൊരു ഫ്രീ PDF ഞാൻ താഴെയുള്ള ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് വീഡിയോയിൽ പറയാൻ കഴിയുന്നതിലധികം കാര്യങ്ങൾ കൂടി നിങ്ങൾ സ്വന്തമായിട്ട് റെഫർ ചെയ്യണമെന്നുള്ളത് കൊണ്ടാണ് എൻ്റെ ഓരോ റിസർച്ചിനോടൊപ്പവും ഞാൻ എക്സ്ട്രാ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. മാത്രമല്ല, നമ്മുടെ വെബ്സൈറ്റിൽ നിന്നും നിങ്ങളുടെ സ്കില്ലുകൾ അപ്ഗ്രേഡ് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ കോൺഫിഡൻസ് എങ്ങനെ ബൂസ്റ്റ് ചെയ്യാം, സയൻറ്റിഫിക്കായിട്ട് എങ്ങനെ കാര്യങ്ങളെ അനലൈസ് ചെയ്യാം, ഒരു യൂട്യൂബ് ചാനൽ എങ്ങനെ വളർത്തിയെടുക്കാൻ തുടങ്ങി പല കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സുകൾ അവൈലബിൾ ആണ്. ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് കോഴ്സിൻ്റെ വർക്കിലാണ്. അത് ഉടനെ പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് അതും നിങ്ങൾക്ക് അക്സസ് ചെയ്യാൻ സാധിക്കും. തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്യുക. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് തിരികെ വരാം. മറ്റു മനുഷ്യവിഭാഗങ്ങളെ നമ്മൾ വെറുതെ പരാജയപ്പെടുത്തി അവരെ ഇല്ലാതാക്കുകയാണ് എന്നൊരു തോന്നൽ പലർക്കും ഉണ്ട്. എന്നാൽ
നമ്മൾ അവരിൽ ചിലരുമായിട്ട് ഇണചേരുകയും കുട്ടികൾ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ പല മനുഷ്യവിഭാഗങ്ങളുടെയും ഒരു ഭാഗം പൂർണ്ണമായും മരിച്ചു പോകാതെ അതിൻ്റെ അംശം നമ്മളിലൊക്കെ അടങ്ങിയിട്ടുണ്ട്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷരായ ഒരു മനുഷ്യവിഭാഗത്തിൻ്റെ ജനറ്റിക് വേരിയേഷൻസിൻ്റെ ചില സാന്നിധ്യങ്ങൾ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഞാനും നിങ്ങളും ഉൾപ്പെടെ പലരുടെയും DNA ഉണ്ട് എന്ന് ടെസ്റ്റ് ചെയ്താൽ കാണാൻ പറ്റും. പക്ഷേ പല കാര്യങ്ങളും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതിന് മുൻപ് ഇതെല്ലാം തുടങ്ങുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ആരായിരുന്നു എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഈ ലോകം മുഴുവൻ നമ്മൾ കീഴടക്കിയത് എത്ര വലിയ അത്ഭുതമാണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ തുടക്കത്തിൽ നമ്മൾ എത്രത്തോളം സാധാരണക്കാരായിരുന്നു എന്ന് മനസ്സിലാവണം. നമ്മുടെ ഉള്ളിൽ എപ്പോഴും പൂർവികരെക്കുറിച്ച് വളരെ ഹീറോയിക് ആയിട്ടുള്ളൊരു ചിത്രമാണുള്ളത്. പ്രകൃതിയെ മുഴുവൻ അടക്കി ഭരിക്കുന്ന, ചുറ്റുമുള്ളതിനെ എല്ലാം നിയന്ത്രിക്കുന്ന രാജാക്കന്മാരെ പോലെ നടക്കുന്ന മനുഷ്യർ. എന്നാൽ ചരിത്രത്തിൻ്റെ വലിയൊരു ഭാഗത്തും യാഥാർത്ഥ്യം ഇതിന് നേർവിപരീതമാണ്. ഒരു മാറ്റവുമില്ലാതെ 10,000-കണക്കിന് വർഷങ്ങളോളം ഹോമോസാപ്പിയൻസ് എന്ന് പറയുന്ന നമ്മൾ ആഫ്രിക്കയിലെ ഭക്ഷ്യശൃംഖലയുടെ അഥവാ ഫുഡ് ചെയിനിൻ്റെ ഏതോ ഒരു കോണിൽ ഇറലവൻ്റായിട്ട് ജീവിച്ചിരുന്ന തീർത്തും സാധാരണക്കാരായിട്ടുള്ള മൃഗങ്ങൾ മാത്രമായിരുന്നു. നമ്മൾ മുകളിലും ആയിരുന്നില്ല, നമ്മൾ താഴെ ആയിരുന്നില്ല, നമ്മൾ നടുക്കായിരുന്നു. നമ്മുടെ ചുറ്റുപാടുകളിൽ വെച്ച് ഏറ്റവും വേഗതയേറിയതോ ഏറ്റവും ശക്തിയുള്ളതോ ഏറ്റവും ഭയം ജനിപ്പിക്കുന്നതോ ആയ ഒരു ജീവിയും ആയിരുന്നില്ല നമ്മൾ. നമ്മുടെ മുകളിൽ എപ്പോൾ വേണമെങ്കിലും മനുഷ്യന് തിന്നാൻ തയ്യാറായി നിൽക്കുന്ന സിംഹത്തെ പോലെയുള്ള മൃഗങ്ങളുണ്ട്. നമുക്ക് താഴെയും നമ്മളെ വേട്ടയാടുന്ന ജീവികളുണ്ടായിരുന്നു. അപ്പോൾ ഇതിനിടയിൽ പലപ്പോഴും മറ്റുള്ളവരുടെ ഇരകളായി ഭയത്തോടെയാണ് മനുഷ്യവംശം പലപ്പോഴും അതിജീവിച്ചിരുന്നത്. അക്കാലത്ത് മനുഷ്യരെ കണ്ടു കഴിഞ്ഞാൽ ഭാവിയിൽ ഈ ഭൂമി മുഴുവൻ കീഴടക്കാൻ പോകുന്നവരാണ് എന്ന് ഒരിക്കലും പറയാൻ പറ്റാത്ത അവസ്ഥ. എണ്ണത്തിൽ കുറവ് എന്ന് പറയുന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ വെല്ലുവിളിയാണ്. ഇന്ന് ശാസ്ത്രജ്ഞർ ലോകത്തിൻ്റെ പല ഭാഗത്തുമുള്ള മനുഷ്യരുടെ DNA, അതായത് ഫോസിൽ മനുഷ്യരുടെ DNA പരിശോധിച്ച് നോക്കുമ്പോൾ വളരെ വിചിത്രമായൊരു കാര്യം കണ്ടിട്ടുണ്ട്. ആഫ്രിക്കയിൽ മാത്രം വേരുകളുള്ള മനുഷ്യരുടെ DNAയും ലോകത്തിലുള്ള മറ്റെല്ലാ മനുഷ്യരുടെ DNAയും നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ആഫ്രിക്കക്കാർക്കിടയിലാണ് ഏറ്റവും കൂടുതൽ ജനറ്റിക് വെറൈറ്റി ഉള്ളതെന്ന് കാണാൻ പറ്റും. ആഫ്രിക്കയ്ക്ക് പുറത്തുള്ള എല്ലാവരും ജനറ്റിക്കലി വളരെയധികം സാമ്യത ഉള്ളവരാണ്. ഇതിൻ്റെ അർത്ഥം പണ്ടെന്നോ നമ്മളെല്ലാവരും വളരെ ഇടുങ്ങിയ ഒരു വാതിലിലൂടെ കടന്നു പോകാനായിട്ട് നിർബന്ധിതരായി. അതിൽ നിന്ന് രക്ഷപ്പെട്ട വളരെ ചെറിയൊരു കൂട്ടം ആളുകളിൽ നിന്നാണ് ഇന്നുള്ള ബാക്കി എല്ലാ മനുഷ്യരും ഉണ്ടായത് എന്ന് പറയാം. മനസ്സിലായില്ല അല്ലേ? ഞാൻ ഈ പറഞ്ഞ ഇടുങ്ങിയ വാതിലെന്ന് പറയുമ്പോൾ ആഫ്രിക്കയിൽ നിന്ന് ഒരു കൂട്ടം ആളുകൾ മറ്റു ഭൂഖണ്ഡങ്ങളിലേക്ക് പോയി എന്നുള്ള കാര്യമാണ്. കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ ജനറ്റിക് സയൻറ്റിസ്റ്റുകൾ ഈ ആളുകൾ പുറത്തോട്ട് പോകുന്നതിനെ ബോട്ടിൽ നെക്ക് എന്നാണ് പറയുന്നത്. അതായത് കൃത്യമായ കണക്കുകൾ നോക്കുകയാണെങ്കിൽ തർക്കങ്ങൾ ഉണ്ടെങ്കിലും ഏകദേശം 65,000-നും 50,000-നും വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ പൂർവികരുടെ എണ്ണം അതിഭീകരമായി കുറഞ്ഞു പോയിരുന്നു എന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. ആഫ്രിക്കയിൽ നിന്ന് പുറത്തുപോയ കുറച്ച് മനുഷ്യരുണ്ട്. അവർ ഏതാനും വെറും 100 എണ്ണമോ അതിൽ താഴെയോ മാത്രമായിരുന്നിരിക്കാം എന്ന് ചില പഠനങ്ങൾ പറയുന്നു. അത്രയും ആളുകളാണ് ആക്ച്വലി ബാക്കി എല്ലാ ഭൂഖണ്ഡങ്ങളും കീഴടക്കിയത്. ഇന്ന് ആഫ്രിക്കയ്ക്ക് പുറത്തുള്ള എല്ലാ മനുഷ്യരും ഉണ്ടായിരിക്കുന്നത് ഒരു പക്ഷേ ഇത്തരം ചെറിയ കൂട്ടം ആളുകളിൽ നിന്ന് പിന്നീട് ജനിച്ചുണ്ടായ ആളുകളിൽ നിന്ന് ഇങ്ങനെ ചെയിനായിട്ടാണ്. അതായത് ആഫ്രിക്കയിൽ നിന്നുള്ള ചെറിയൊരു ചോർച്ചയാണ് ഭൂമിയിലെ മറ്റെല്ലാ ഭൂഖണ്ഡങ്ങളിലും മനുഷ്യനെ നിറച്ചത്. ഡബ്ലിനിലായാലും ന്യൂഡൽഹിയിലായാലും കൊച്ചിയിലായാലും തിരുവനന്തപുരത്തായാലും സിഡ്നിയിലായാലും അവിടെയുള്ളവരെല്ലാവരും ആ ചെറിയ കൂട്ടത്തിൻ്റെ വ്യത്യസ്ത ശാഖകളിൽ നിന്ന് ജനിച്ചു കുഞ്ഞുണ്ടായി പോയവരാണ്. എന്നാൽ ഈ ബോട്ടിൽ നെക്ക് മറച്ചു വയ്ക്കുന്ന വലിയൊരു സത്യമുണ്ട്. അതുകൂടി ഞാൻ നിങ്ങളോട് പറയണം. ആഫ്രിക്ക വിട്ട് പുറത്തുപോയ ആ ചെറിയ കൂട്ടം മനുഷ്യരൊരിക്കലും മനുഷ്യരാശിയുടെ പൂർണ്ണ രൂപം ആയിരുന്നില്ല. ആരെങ്കിലും വടക്കോട്ട് നടക്കുന്നതിന് മുൻപേ ആഫ്രിക്ക വളരെ വലിയ ജനറ്റിക് വെറൈറ്റി ഉള്ള ഒരു സ്ഥലമായിരുന്നു എന്ന് കാണാം. അവിടെ തുടർന്ന മനുഷ്യർ 10,000-കണക്കിന് വർഷങ്ങളായി പരസ്പരം വേർപിരിഞ്ഞും പുതിയ ശാഖകളായും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഏകദേശം ഒരു 1,30,000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ചില വിഭാഗങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് വേർപിരിഞ്ഞിരുന്നു എന്ന് ജനറ്റിക്കൽ എവിഡൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ മനുഷ്യരാശി മുഴുവൻ ആഫ്രിക്ക വിട്ടുപോയി എന്ന് പറയുന്നതിൽ അർത്ഥമില്ല എന്ന് തോന്നുന്നു. മറിച്ച് ഇതിനകം തന്നെ ഒരുപാട് ശാഖകളുള്ള ഒരു വലിയ മരത്തിലെ ഒരൊറ്റ ചെറിയ ചില്ല മാത്രമാണ് എഫക്റ്റീവായിട്ട് ആഫ്രിക്ക കടന്ന് പുറത്തുപോയി ഒരുപാട് കുട്ടികൾ ഉണ്ടാക്കി ജനസംഖ്യ കൂട്ടിയത്. ഭയങ്കര അധികം ബുദ്ധിമുട്ടുള്ള പല കടമ്പകളും മറികടന്നാണ് അത് ഭൂമി കീഴടക്കിയത് എന്നർത്ഥം. സോ ഇത്രയും സാധാരണക്കാരായ എണ്ണത്തിൽ വളരെ തീരെ കുറവായിട്ടുള്ളൊരു ചെറിയ മൃഗം എങ്ങനെ ലോകം കീഴടക്കി? ഇതിൻ്റെ ഉത്തരവെന്ന് പറയുന്നത് പ്രകൃതി തീർത്ത വലിയ 5 തടസ്സങ്ങളിലാണ്, അല്ലെങ്കിൽ വളരെ വലിയ 5 മതിലുകൾ എന്ന് പറയാം. ഇതിൽ ഓരോ തടസ്സവും നമ്മുടെ വംശനാശത്തിന് കാരണമാകേണ്ടതായിരുന്നു എന്ന് കാണാം. നമുക്ക് ആ 5 തടസ്സങ്ങൾ എന്തൊക്കെയാണെന്ന് ഓരോന്നായിട്ട് നോക്കിയാലോ. ആദ്യത്തെ തടസ്സം അല്ലെങ്കിൽ മതിലെന്ന് പറയുന്നത് ആഫ്രിക്ക എന്ന് പറയുന്ന ഭൂഖണ്ഡത്തിൽ നിന്ന് പുറത്തു കടക്കുക എന്നുള്ളതാണ്. അതൊരു തടസ്സമാണ് എന്ന് പറയാൻ കാരണം
എൻ്റെ കൊഗ്നിറ്റീവ് റെവല്യൂഷൻ എന്ന് പറയുന്ന ഈ സീരീസിലെ മറ്റൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, പലതവണയായിട്ട് ഹോമോ സാപ്പിയൻസ് ആഫ്രിക്കയിൽ നിന്ന് പുറത്തേക്ക് പോകാൻ ശ്രമിച്ച് പരാജയപ്പെട്ടിട്ടുണ്ട്. അന്ന് സക്സസ് ആയിട്ട് പുറത്തോട്ട് പോയ ജനറേഷന് മുമ്പുള്ള കുറേ പേര് ആഫ്രിക്കയിൽ നിന്ന് വടക്കോട്ട് നീങ്ങി മിഡിൽ ഈസ്റ്റിലേക്ക്, അതായത് അന്നത്തെ ലെവാൻഡ് എന്ന് വിളിക്കുന്ന പ്രദേശത്തേക്ക് കടക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ അവർക്ക് അന്ന് അവിടെ നേരിടേണ്ടി വന്നത് ആ പ്രദേശം ആൾറെഡി കൈയടക്കി വെച്ചിരുന്ന അതിശക്തരായിട്ടുള്ള നിയാണ്ടർതാലുകളെയാണ്. അങ്ങനെ ആദ്യത്തെ ശ്രമം പരാജയപ്പെട്ടു. നിയാണ്ടർതാലുകളുടെ മുന്നിൽ നമ്മൾ ഒന്നുകിൽ പരാജയപ്പെട്ടു, അല്ലെങ്കിൽ നമ്മളെല്ലാം ചത്തൊടുങ്ങി. അങ്ങനെ അതിൻ്റെ തെളിവുകളിൽ നിന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് ഹോമോ സാപ്പിയൻസ് പലതവണ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷേ കുറേ തവണ പരാജയപ്പെട്ടിട്ടുണ്ട്. അതിൽ നിന്ന് പ്രകൃതി നമ്മളോട് പറയാതെ പറഞ്ഞത് ഹോമോ സാപ്പിയൻസിന് പുറത്തേക്ക് പോകാൻ സമയമായിട്ടില്ല. ലഭ്യമായിട്ടുള്ള തെളിവുകൾ പ്രകാരം പിന്നീട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 60,000 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന രണ്ടാമത്തെ ശ്രമമാണ് ഏറ്റവും വിജയകരമായിട്ടുള്ള ശ്രമം. പക്ഷേ മനുഷ്യൻ അത്ര സമയം കൊണ്ട് വളരെ വലിയ പരിണാമമൊന്നും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് ശാസ്ത്രലോകത്ത് ഈ 60,000 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യൻ എങ്ങനെ നിയാണ്ടർതാലുകളെ തോൽപ്പിച്ച് പുറത്തോട്ട് പോയി എന്ന ചോദ്യത്തിന് പല വാദങ്ങളുണ്ട്. ഞാൻ മനുഷ്യൻ എന്ന് പറയുമ്പോൾ ഹോമോ സാപ്പിയൻസ്. ഈ കണക്കിന് തന്നെ പലരും ചോദ്യം ചെയ്യുന്നുണ്ട്. പല തവണയായിട്ട് മനുഷ്യൻ പുറത്തു പോയിട്ടുണ്ടാവാം, പക്ഷേ അവരുടെ പിൻതലമുറക്കാർ ഇന്നില്ലാത്തത് കൊണ്ട് നമുക്കറിയില്ല അന്ന് പോയ ആളുകളുടെ ജനറ്റിക് വേരിയേഷൻസ് എവിടെയാണെന്ന്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ജീൻ പൂളുകൾ പഠിച്ചു പോകുമ്പോൾ 60,000 വർഷങ്ങൾക്ക് മുമ്പാണ് മനുഷ്യൻ സക്സസ്ഫുൾ ആയിട്ട് ഹോമോ സാപ്പിയൻസ് ആഫ്രിക്ക വിട്ട് ബാക്കിയുള്ള സ്ഥലങ്ങൾ കീഴടക്കാൻ തുടങ്ങിയത്. സോ രണ്ടാമത്തെ ശ്രമം എങ്ങനെ വിജയിച്ചു? അതിന് ഒറ്റ വാക്കിൽ ഉത്തരവില്ല, പക്ഷേ പല കാരണങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാരണമാണ് കൊഗ്നിറ്റീവ് റെവല്യൂഷൻ എന്ന് പറയുന്നത്. അതായത് ആദ്യത്തെ തവണ പോകുമ്പോൾ ഹോമോ സാപ്പിയൻസിന് വളരെ വലിയ കഴിവുകളും അങ്ങനെ ആയുധങ്ങൾ ഉപയോഗിക്കാനുള്ള ശേഷിയൊന്നുമില്ല. നിയാണ്ടർതാൽസിന് അത്യാവശ്യം നല്ല ശാരീരിക ക്ഷമതയും ആയുധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഫസ്റ്റ് തവണ പോയപ്പോൾ പരാജയപ്പെട്ടത്. പക്ഷെ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഹോമോ സാപ്പിയൻസിൻ്റെ ഏറ്റവും വലിയ ശേഷി എന്ന് പറയുന്നത് ഫിസിക്കലല്ല, പകരം അവർ കമ്മ്യൂണലായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. കഥകൾ പറയുന്നു, പദ്ധതികൾ മെനയുന്നു, ട്രിക്കുകൾ ഉണ്ടാക്കുന്നു, വിശ്വാസങ്ങളിലൂടെ പരസ്പരം കണക്റ്റ് ആവുന്നു. അങ്ങനെ ഒരു 50-ൽ കൂടുതൽ പേർക്ക് ഒന്നിച്ച് നിൽക്കാൻ കഴിയാത്ത നിയാണ്ടർതാലുകളുടെ മുന്നിലേക്ക് 1000-ഉം 2000-ഉം എണ്ണം ചേരുന്ന ഹോമോ സാപ്പിയൻസ് ഒരേ ആവശ്യത്തിന്, ഒരേ കഥകളുടെ പിൻബലത്തിൽ, ഒരേ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിച്ചപ്പോൾ ആ കൂട്ടങ്ങൾക്ക് വലിയ നിയാണ്ടർതാലുകളെ നന്നായിട്ട് പ്രതിരോധിക്കാനും എണ്ണം കൊണ്ട് കീഴടക്കാനും ആയുധങ്ങൾ ഉപയോഗിച്ച് എറിഞ്ഞിടാനും കഴിഞ്ഞു എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. അങ്ങനെ ആയിരിക്കണം അവർ ശത്രുക്കളെ തുരത്തി ആഫ്രിക്കയിൽ നിന്ന് ബോട്ടിൽ നെക്ക് എന്ന് പറയുന്ന ആ ഒരു പരിപാടിയിലേക്ക് കടക്കുന്ന ആദ്യത്തെ ഫേസിലേക്ക് പോയത്. പുറത്ത് കടന്നതിന് ശേഷം പല കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ നമ്മൾ വിചാരിക്കും, പുറത്ത് കടന്നു, അവിടെ കുറേ നാൾ താമസിച്ചു, ആരൊക്കെയോ വഴിതെറ്റി കുറച്ചുകൂടെ സഞ്ചരിച്ചു, എന്നിട്ട് അടുത്ത ഭൂഖണ്ഡത്തിലേക്ക് പോയി, അങ്ങനെ പതുക്കെ പതുക്കെ ചൈനയിലേക്കും ഇന്ത്യയിലേക്കും വന്നു എന്നൊക്കെ ആയിരിക്കും നമ്മൾ വിചാരിക്കുക. പക്ഷേ ആഫ്രിക്കയിൽ നിന്ന് പുറത്ത് കടന്ന കൂട്ടം പിന്നീട് പെരുകി കുഞ്ഞുങ്ങളായി മാറിയപ്പോൾ അവർ സഞ്ചരിച്ചത് ഒരു മാരത്തൺ റേസ് പോലെയാണ്. വളരെ വേഗത്തിൽ അവർ മറ്റു ഭൂഖണ്ഡങ്ങൾ കീഴടക്കി എന്ന് പറയാം. എങ്ങനെയാണ്? അതിന് ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് അവർ മുന്നോട്ട് പോയ രീതി കാടുകളിലൂടെയാണോ? ഈ കാണുന്ന മൃഗങ്ങളെയും കൊടുങ്കാടുകളെയും പുഴകളെയും ഒക്കെ മുറിച്ചു കടന്ന് അവരങ്ങനെ ചുമ്മാ അന്തമില്ലാതെ നടന്നിട്ടില്ല. പകരം ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് തീരപ്രദേശങ്ങളിലൂടെ സഞ്ചരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ വേൾഡ് മാപ്പ് നോക്കുക. ആഫ്രിക്കയിലാണ് മനുഷ്യനുണ്ടായത്. ആ ഹോമോ സാപ്പിയൻസ് ആഫ്രിക്കയിൽ നിന്ന് കിഴക്കോട്ട് സഞ്ചരിച്ചു കഴിഞ്ഞാൽ ദൂരം കൂടുതലാണെങ്കിലും ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടൊരു ട്രാക്ക് ഫോളോ ചെയ്യാൻ കഴിയുന്നത് തീരപ്രദേശങ്ങളിലൂടെയാണെന്ന് കാണാം. ആഫ്രിക്കയുടെ കൊമ്പിൽ നിന്ന് തുടങ്ങി അറേബ്യയുടെ തെക്കേ അരികിലൂടെ നടന്ന് ഇന്നത്തെ ഇന്ത്യയുടെ ആ ഗുജറാത്ത് ഭാഗത്തൂടെ നടന്ന് കേരളത്തിലൂടെ തമിഴ്നാട്ടിലൂടെ കറങ്ങി അങ്ങ് തെക്ക് കിഴക്കൻ ഏഷ്യ വരെ നീളുന്ന ഒരു തീരദേശ ഹൈവേ പോലെ ചിലപ്പോൾ മനുഷ്യർ നടന്നിട്ടുണ്ടായിരിക്കാം. പക്ഷേ എന്തിനാ അങ്ങനെ നടക്കുന്നേ? നേരിട്ടങ്ങ് നടന്നാൽ പോരെ? കടൽ തീരത്തുകൂടി പോകുമ്പോഴുള്ള ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ വെള്ളത്തിൻ്റെ സാന്നിധ്യം തീരപ്രദേശങ്ങളിൽ ഒരു യുണീക്ക് നേച്ചർ ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് തെങ്ങിൻ്റെ സാന്നിധ്യം, ചില പർട്ടിക്കുലർ ചെടികൾ, പിന്നെ മത്സ്യങ്ങളുടെ ലഭ്യത, ചിപ്പി, അങ്ങനെ പല കാര്യങ്ങളും ഏകദേശം എല്ലാ കടലിലും ഒരുപോലെയാണ്, അല്ലെങ്കിൽ കടലുമായിട്ട് ചേർന്ന തീരപ്രദേശങ്ങളിൽ ഒരുപോലെയാണ്. അതുകൊണ്ട് മനുഷ്യനിങ്ങനെ നടക്കുമ്പോൾ അവർക്ക് ജീവിക്കാനുള്ള വഴി കൃത്യമായിട്ട് ഫോളോ ചെയ്യാം. പുതിയ വഴി ഉണ്ടാക്കണ്ട. അവർ ആൾറെഡി എന്താണോ ചെയ്യുന്നത് അതേ രീതി തന്നെ അവർക്ക് ഫോളോ ചെയ്യാൻ സാധിക്കും. അതായത് യമനിൻ്റെ തീരത്തായാലും ഗുജറാത്തിലായാലും ഇപ്പോൾ കണ്ണൂരിലായാലും സുമാത്രയിലായാലും ഒരേ രീതിയിലുള്ള ഭക്ഷണവും ഏറെക്കുറെ സിമിലർ കാലാവസ്ഥയും കിട്ടും. പ്രകൃതി മാറുന്നതിനനുസരിച്ച് പുതിയ കാര്യങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല എന്നർത്ഥം. അങ്ങനെ അതൊരു കൺവെയർ ബെൽറ്റ് പോലെ മനുഷ്യനെ കിഴക്കോട്ട് കൊണ്ടുപോയി എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇതിൽ നമ്മൾ പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ആ വലിയ കുടിയേറ്റം നടന്നത് ഇന്ത്യയുടെ തീരങ്ങളിലൂടെയാണ് എന്നർത്ഥം. 10,000 കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് തന്നെ മനുഷ്യർ കേരളത്തിൻ്റെ തീരത്തിലൂടെയും
ഈ പറയുന്ന കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ആ തീരപ്രദേശങ്ങളിലൂടെയൊക്കെ നടന്നിട്ടുണ്ടായിരിക്കാം. അപ്പോൾ കേരളം ഒരു വഴിയമ്പലമല്ല, അതൊരു പക്ഷേ ഒരു കോറിഡോർ ആയിരുന്നിരിക്കണം. ഇതിനെക്കുറിച്ച് ഞാൻ അവസാനം പറയാം. അതിലെനിക്ക് ചില കാര്യങ്ങൾ ആഡ് ഓൺ ചെയ്യാനുണ്ട്. രണ്ടാമത്തെ തടസ്സം എന്ന് പറയുന്ന എൻ്റെ അഭിപ്രായത്തിൽ മനുഷ്യൻ ചെയ്ത ഏറ്റവും അവിശ്വസനീയമായ കാര്യമാണ്. അതായത് തെക്ക് കിഴക്കൻ ഏഷ്യയുടെ ദ്വീപുകൾ കഴിഞ്ഞാൽ പിന്നെ കര ഒഴിയുകയാണ്, കണ്ടിന്യൂസ് കരയില്ല. പിന്നെ കുറേ ദ്വീപുകളും പിന്നെ അടുത്ത ഭൂഖണ്ഡമൊക്കെയാണ്. വിശാലമായ സമുദ്രം കടന്നു വേണം പോകാൻ. അതിനപ്പുറത്ത് ഓസ്ട്രേലിയയും ന്യൂഗിനിയും ചേർന്നുള്ള സഹുൽ എന്ന് പറയുന്ന വലിയൊരു ഭൂഖണ്ഡമുണ്ട്. പിന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ന്യൂസിലാൻഡൊക്കെ വരുന്നുള്ളൂ. പിന്നെ കുറേ പൊട്ടുപോലെ കുറേ ദ്വീപുകളും. ഐസ് ഏജിൻ്റെ സമയത്ത് സമുദ്രനിരപ്പ് താഴെയായിരുന്നെങ്കിലും അപ്പുറത്ത് കരയുണ്ടോ എന്ന് പോലും കഴിയാത്തത്ര ചെങ്കുത്തായിട്ടുള്ള വിടവുകളിൽ വെള്ളം കെട്ടിനിന്ന സമുദ്രങ്ങൾ അന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഇനി എത്ര ഐസേജ് ആയാലും നമ്മളീ പറയുന്ന തെക്ക് കിഴക്കൻ ഭാഗങ്ങളിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് മറ്റും പോകണമെങ്കിൽ കടൽ കടന്ന് തന്നെ പോകണം. വെറുമൊരു ഭാഗ്യത്തിൻ്റെ പുറത്ത് മാത്രം സംഭവിച്ചൊരു കടക്കലല്ല ഇത്. കൃത്യമായ പ്ലാനിങ്ങോടെ 10ഓ അതിലധികമോ ആളുകൾക്ക് കയറാകുന്ന വലിയ ചങ്ങാടങ്ങൾ ഉണ്ടാക്കിയായിരിക്കണം ദിവസങ്ങളോളം കടലിൽ ജീവിക്കാൻ വേണ്ട ഭക്ഷണവും വെള്ളവുമായിട്ട് മനുഷ്യർ യാത്ര തിരിച്ചത്. മറ്റൊരു വലിയ സസ്തനിയും ഇങ്ങനെ സ്വയം യാത്ര ചെയ്യാൻ തയ്യാറായിട്ടുണ്ടാകില്ല. ഹോമോ ഇറക്ടസ് എന്ന് പറയുന്ന മനുഷ്യവിഭാഗം ഏഷ്യയിൽ ഉണ്ടായിരുന്നിട്ടും അവർ കടൽ കടന്നിരുന്നില്ല. പക്ഷേ ഹോമോ സാപ്പിയൻസ് അത് ചെയ്തു. അതാണ് നമ്മൾക്കുണ്ടായ മാറ്റം. കാണാത്ത ഒരു കരയിലേക്ക് രണ്ടും കൽപ്പിച്ച് യാത്ര തിരിക്കുന്ന ആദ്യത്തെ മനുഷ്യൻ്റെ ധൈര്യത്തെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കി. ഇതെപ്പോഴാണ് സംഭവിച്ചത് എന്നതിനെ ചൊല്ലി ശാസ്ത്രലോകത്ത് വലിയൊരു പോരാട്ടമുണ്ട്. മാഡ്ജറ്റ് മെബെ എന്ന ഓസ്ട്രേലിയയിലെ ഒരു ഗുഹയിൽ നിന്ന് കിട്ടിയ തെളിവുകൾ വെച്ച് നോക്കുമ്പോൾ 65,000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇത് നടന്നു എന്ന് പറയുന്നുണ്ട്. എന്നാൽ ജനറ്റിക്കൽ സ്റ്റഡി പറയുന്നത് മറ്റൊരു കാര്യമാണ്. നമ്മുടെയൊക്കെ ഉള്ളിൽ നിയാണ്ടർതാലുകളുടെ DNA ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അത് നമ്മൾ ആഫ്രിക്കയിൽ നിന്ന് പുറത്ത് വന്നതിന് ശേഷം നിയാണ്ടർതാൽസുമായിട്ട് ഇണചേർന്ന് കുട്ടികൾ ഉണ്ടായതിൻ്റെ ഫലമായിട്ട് വന്നു ചേർന്നതാണ്. ഈ ഇണചേരൽ നടന്നത് ഏകദേശം 47,000 വർഷങ്ങൾക്ക് മുമ്പാണെന്നാണ് കണക്കാക്കാൻ പറ്റുന്നത്. എന്നാൽ ഓസ്ട്രേലിയയിലെ ആദിമ നിവാസികളുടെ ഉള്ളിലും നിയാണ്ടർതാൽ DNA ഉണ്ട്. അതിൻ്റെ അർത്ഥം ആ ഇണചേരൽ നടക്കുന്ന സമയത്ത് അവരും നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ 50,000 വർഷങ്ങൾക്ക് മുമ്പ് അവർ ഓസ്ട്രേലിയയിൽ എത്തിയിരിക്കാൻ വഴിയില്ല എന്ന് മറ്റ് ചില കൂട്ടർ പറയുന്നു. ഇവിടെ കൺഫ്യൂഷനുണ്ട്. എന്നാൽ മൂന്നാമത്തെ ഒരു പഠനം പറയുന്നത് 60,000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെയാണ്. അതായത് ഒരേ വിഷയം 3 വ്യത്യസ്ത ഉത്തരം: 65,000, 50,000, 60,000. സോ ഏതാണ് കറക്റ്റ് ഉത്തരം എന്ന് പറയുന്നതിനേക്കാൾ ഈ തർക്കങ്ങളെയും അതിൻ്റെ വഴിയെയും നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുക. ഒരുപക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു അഭിപ്രായം ഉണ്ടാവാം. മൂന്നാമത്തെ തടസ്സം എന്ന് പറയുന്നത് ടെമ്പറേച്ചറാണ്. അതായത് മരവിപ്പിക്കുന്ന കൊടും തണുപ്പ്. ചില മനുഷ്യക്കൂട്ടങ്ങൾ ചൂടുള്ള തെക്കൻ സമുദ്രങ്ങളിലൂടെ ദ്വീപുകൾ താണ്ടി ഓസ്ട്രേലിയയിലേക്ക് പോയപ്പോൾ മറ്റു ചിലർ യാത്ര ചെയ്തത് അതിലും ഭീകരമായിട്ടുള്ള മരണത്തിലേക്കാണ്. ഐസേജിൻ്റെ പിടിയിലായിരുന്ന യൂറോപ്പിൻ്റെയും സൈബീരിയയുടെയും മരവിപ്പിക്കുന്ന തണുപ്പിലേക്കാണ് ഒരു കൂട്ടം മനുഷ്യർ നടന്നു പോയത്. അതൊരു ചെറിയ വെല്ലുവിളിയൊന്നുമല്ല. കാരണം മുൻപൊരിക്കൽ നമ്മളെ പരാജയപ്പെടുത്തിയ ഒരു വലിയ തടസ്സമായിരുന്നു തണുപ്പെന്ന് പറയുന്നത്. നമ്മുടെ പൂർവികരുടെ ശരീരം രൂപപ്പെട്ടിരിക്കുന്നത് നല്ല ചൂടുള്ള ആഫ്രിക്കയിലെ ഉഷ്ണമേഖലാ കാലാവസ്ഥയിലാണ്. മെലിഞ്ഞ് നീണ്ട കൈകാലുകളോടുകൂടിയ ശരീരത്തിലെ ചൂട് വേഗത്തിൽ പുറത്തേക്ക് കളയുന്ന രീതിയിൽ ഡിസൈൻ ചെയ്യപ്പെട്ട ഒരു ശാരീരിക രൂപമാണ് നമുക്കുള്ളത്. സോ തണുപ്പിലൂടെ പോകുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ചൂട് നിലനിർത്താൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ കൊടും തണുപ്പ് വരുമ്പോൾ നമ്മൾ മരിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അതായത് ഒരു മനുഷ്യക്കൂട്ടം മനഃപൂർവ്വം തണുപ്പിലേക്ക് നടന്നു പോയാൽ അത് ആത്മഹത്യയാണ് എന്ന് പറയാം. ഇതിനേക്കാൾ രസകരമായ കാര്യമാണ് ഞാൻ മുമ്പ് പറഞ്ഞ നിയാണ്ടർതാലുകളുടെ അതിജീവനം. അവർ യൂറോപ്പിലായാലും സൈബീരിയയിലായാലും ആദ്യകാലങ്ങളിൽ തന്നെ തണുപ്പുള്ള പ്രദേശത്തേക്ക് പോവുകയും കരുത്തുറ്റ തടിച്ച ശരീരങ്ങളിലൂടെ തണുപ്പിനെ അതിജീവിക്കാനുള്ള വലിയ വരദാനങ്ങൾ നേടിയെടുക്കുകയും ചെയ്തിരുന്നു. പിന്നെ എങ്ങനെയാണ് ആഫ്രിക്കയുടെ ചൂടിൽ ജീവിച്ചിരുന്ന ഒരു സാധാരണ മൃഗം ഈ മഞ്ഞുമലകളെ കീഴടക്കിയത്? പരിണാമം വഴി തണുപ്പിനെ അതിജീവിക്കാൻ തക്കവണ്ണം നമ്മുടെ ശരീരം മാറി എന്ന് പറയാൻ പറ്റില്ല. കാരണം 10,000-കണക്കിന് വർഷങ്ങളിലധികം വേണ്ടി വരും ഇങ്ങനെ തലമുറ മാറി തണുപ്പിനെ അതിജീവിക്കുന്ന അഡാപ്റ്റേഷൻസ് കിട്ടാൻ. സോ നമ്മൾ പ്രതിസന്ധികളെ മറികടക്കുന്നത് ബുദ്ധി കൊണ്ടാണെന്ന് പറഞ്ഞല്ലോ, അല്ലെങ്കിൽ നമുക്ക് കൊഗ്നിറ്റീവ് റെവല്യൂഷൻ വഴിയാണെന്ന് പറഞ്ഞല്ലോ. അതേപോലെ തന്നെയാണ് തണുപ്പിനെയും മറികടന്നത്. നമ്മുടെ ശരീരത്തിന് ഇല്ലാത്ത കഴിവുകളെ നമ്മൾ എക്സ്റ്റേണൽ സാധനങ്ങൾ ഉപയോഗിച്ച് നിർമ്മിക്കും. ഇവിടെ നമ്മുടെ ഏറ്റവും വലിയ ഹീറോ എന്ന് പറയുന്നത് തയ്യൽ സൂചിയാണ്. ഇന്നത്തെ തയ്യൽ സൂചിയല്ല, നമുക്ക് നൂല് കോർക്കാൻ പറ്റുന്ന സാധനം, ഒരു മെറ്റൽ സാധനം. വെറും ഒരു മൃഗത്തോല് പുതച്ച് കിടക്കുന്നതിന് പകരം കാറ്റ് കിടക്കാത്ത രീതിയിൽ പല ലെയറുകളായിട്ട് തുന്നിച്ചേർത്ത് ശരീരത്തോട് ചേർത്ത് നിർത്തുന്ന ഒരു വസ്ത്രമാണ് ഏറ്റവും വലിയ കണ്ടുപിടുത്തം എന്ന് പറയാം. ഒരുപക്ഷെ കുന്തമും മറ്റ് ആയുധങ്ങളും ഉണ്ടാക്കുന്ന അതേപോലെയുള്ളൊരു വിപ്ലവകരമായിട്ടുള്ള കണ്ടെത്തലായിരുന്നു
ഈ തുകൽ ഉപയോഗിച്ചുകൊണ്ട് വസ്ത്രം ഉണ്ടാക്കുക. തീയെ നിയന്ത്രിക്കാനുള്ള കഴിവും തുകൽ കൊണ്ടുള്ള വസ്ത്രവും ഉണ്ടെങ്കിൽ ഏത് കൊടും തണുപ്പിലും നമുക്ക് അതിജീവിക്കാൻ കഴിയുമെന്നുള്ള ഒരു ധൈര്യം വന്നു. കൊഴുപ്പടങ്ങിയ മൃഗമാംസം കഴിച്ചതോടുകൂടി കൂടുതൽ നന്നായിട്ട് എനർജി സ്റ്റോർ ചെയ്യാനും നമുക്ക് സാധിച്ചു. അങ്ങനെ ആഫ്രിക്കയിലെ ആൾക്കുരങ്ങുകളായിട്ടുള്ള മനുഷ്യർ തണുപ്പുള്ള സ്ഥലങ്ങളിലും സാമ്രാജ്യങ്ങൾ ഉണ്ടാക്കി. നമ്മുടെ ശരീരത്തിൽ രോമങ്ങൾ വരുന്നതിന് പകരം നമ്മൾ മറ്റു ജീവികളുടെ തണുപ്പിനെ അതിജീവിക്കാനുള്ള കഴിവിനെ ഇങ്ങോട്ട് ഹൈജാക്ക് ചെയ്തു. ഹോമോസാപ്പിയൻസ് യൂറോപ്പിലേക്കും പടിഞ്ഞാറൻ ഏഷ്യയിലേക്കും കടന്നപ്പോൾ നിയാണ്ടർതാലുകളെ കണ്ടുമുട്ടിയെന്ന് ഞാൻ 1-2 സ്ഥലത്ത് പറഞ്ഞിരുന്നു. ഏഷ്യയുടെ മറ്റു ഭാഗങ്ങളിൽ ഡെനിസോവനുകൾ എന്ന് പറയുന്ന മനുഷ്യരാണ് ഉണ്ടായിരുന്നത്. ഇവിടെയൊക്കെ നമ്മൾ അവരുമായിട്ട് യുദ്ധം ചെയ്യുകയോ അല്ലെങ്കിൽ ഭക്ഷണത്തിന് വേണ്ടി മത്സരിക്കുകയോ മാത്രമല്ല ചെയ്തിരുന്നത്. ഞാൻ സൂചിപ്പിച്ച പോലെ ഇണചേരുകയും ചെയ്തിട്ടുണ്ട്, കുട്ടികളും ഉണ്ടായിട്ടുണ്ട്. ഇത് വെറുതെ പറയുന്ന കഥയല്ല. ഇന്ന് ജീവിച്ചിരിക്കുന്ന നമ്മുടെയൊക്കെ ശരീരത്തിൽ ഇതിൻ്റെ കൃത്യമായ തെളിവുകൾ നമുക്ക് ജനറ്റിക്കലി കാണാൻ പറ്റും. ആഫ്രിക്കയ്ക്ക് പുറത്തുള്ള മിക്കവാറും എല്ലാവരുടെയും ഉള്ളിലും ഒരു ചെറിയ ശതമാനം നിയാണ്ടർതാർ DNA ഉണ്ട്. അതുപോലെ തന്നെ ലോകത്തിൻ്റെ ചില ഭാഗത്തിലുള്ളവർ, പ്രത്യേകിച്ച് ഓഷ്യാനിയ പോലെയുള്ള ഓസ്ട്രേലിയയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ആ ഭാഗത്തുള്ളവർക്ക് ഡെനിസോവൻ DNAയും കാണാൻ പറ്റും. അവരുടെ ജനിതക ഘടനയുടെ 4 മുതൽ 6% വരെ ഡെനിസോവൻ DNA ആണ് എന്നർത്ഥം. ഇതൊരിക്കലും നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ഉപയോഗശൂന്യമായ എന്തോ ഒരു കാര്യമല്ല. ആ ജനിതക വസ്തുക്കളുടെ മാറ്റങ്ങളായിരിക്കാം നമുക്ക് നല്ല രീതിയിൽ അത്ഭുതപ്പെടുത്തുന്ന ഒരു എഫക്റ്റ് ഉണ്ടാക്കിയത്. ഉദാഹരണത്തിന് ലോകത്തിൻ്റെ മേൽക്കൂര എന്ന് വിളിക്കുന്ന ടിബറ്റൻ പീഠഭൂമിയുടെ കാര്യം എടുത്താൽ റീസെൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റഡിയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ ഉയർന്ന മേഖലകളിൽ ഓക്സിജൻ്റെ അളവ് തീരെ കുറവായതുകൊണ്ട് സാധാരണ മനുഷ്യർക്ക് നോർമലി ഈ പീഠഭൂമികളിൽ ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്. എന്നാൽ ടിബറ്റൻ പീഠഭൂമിയിൽ കാലാകാലങ്ങളായി ജീവിക്കുന്ന മനുഷ്യർക്ക് ഈ ഓക്സിജൻ്റെ കുറവ് ഒരു പ്രശ്നമല്ല. കാരണം അവരുടെ ശരീരത്തിൽ ഒരു പ്രത്യേക ജീനുണ്ട്. ഒരു സൂപ്പർ അത്ലറ്റ് വേരിയൻ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ വിളിക്കാം. അന്തരീക്ഷ വായുവിൽ ഓക്സിജൻ്റെ അളവ് 21% കുറവാണെങ്കിലും ഓക്സിജനെ കൃത്യമായി വലിച്ചെടുത്തിട്ട് ആവശ്യത്തിന് രക്തത്തിൽ അലിയിക്കാൻ സഹായിക്കുന്ന ഒരു ജീൻ എന്ന് പറയുന്നത് അവരുടെ ശരീരത്തിൽ ആക്റ്റീവാണ്. അതിൽ ഏറ്റവും സ്ട്രേഞ്ച് ആയിട്ടുള്ള കാര്യം, ഈ ജീൻ അവർക്ക് കിട്ടിയിരിക്കുന്നത് ഡെനിസോവനുകളിൽ നിന്നാണ് എന്നൊരു പഠനമുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇന്ന് നിലവിലില്ലാത്തൊരു മനുഷ്യ വിഭാഗം, ലോകത്തിൻ്റെ നെറുകയിൽ ജീവിക്കാൻ വേണ്ട ജീവശാസ്ത്രപരമായിട്ടുള്ള ഒരു താക്കോൽ ഹോമോസാപ്പിയൻസ് എന്ന് പറയുന്ന ജീവികളുടെ ജീനിലേക്ക് നൽകിയിട്ട് വംശനാശം വന്നു പോയിരിക്കുന്നു. അതായത് മരിച്ചുപോയ ഒരു കൂട്ടം മനുഷ്യർ നൽകിയ സമ്മാനത്തിൻ്റെ സഹായത്തോടെയാണ് മലമുകളിൽ ഇന്നും ടിബറ്റൻ ജനത ശ്വാസമെടുക്കുന്നത്. ഈ ഡെനിസോവനുകൾ നമുക്ക് മറ്റൊരു സമ്മാനം കൂടി തരുന്നുണ്ട്. നമ്മൾ ഇപ്പോൾ മാത്രം മനസ്സിലാക്കി തുടങ്ങിയ വലിയൊരു രഹസ്യമാണ്. വർഷങ്ങളോളം ഡെനിസോവനുകൾ ശാസ്ത്രലോകത്തിനൊരു ഷാഡോ മാത്രമായിരുന്നു. സൈബീരിയയിലെ ഡെനിസോവ ഗുഹയിൽ നിന്ന് ലഭിച്ച ഒരു ചെറിയ വിരലിൻ്റെ എല്ലും ചില പല്ലുകളും പിന്നീട് കണ്ടെത്തിയൊരു താടിയെല്ലും പിന്നെ അവശിഷ്ടങ്ങളിൽ നിന്ന് വേർതിരിച്ചെടുത്ത DNA മാത്രമായിരുന്നു ഈ ഡെനിസോവനുകളെക്കുറിച്ചുള്ള പ്രധാന തെളിവ്. എന്നാൽ അതിശയിപ്പിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, വളരെ കുറച്ച് ഫോസിലുകൾ മാത്രമേ ഉള്ളൂവെങ്കിലും അവരുടെ ജനറ്റിക് സ്ട്രക്ചറിനെ കുറിച്ച് നമുക്ക് വളരെയധികം ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട്. എന്നാൽ അവരുടെ മുഖഛായ എങ്ങനെയായിരുന്നു എന്നും അവരുടെ ശരീരഘടന എങ്ങനെയായിരുന്നു എന്നും നമുക്കറിയില്ല. എന്നാൽ അടുത്തിടെ ഡ്രാഗൺ മാൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ഹാർബിൻ തലയോട്ടിയിൽ നിന്ന് സയൻറ്റിസ്റ്റുകൾ വളരെ പുരാതനമായിട്ടുള്ള ജനറ്റിക് മെറ്റീരിയൽസിനെ വിശകലനം ചെയ്തിരുന്നു. ചില പഠനങ്ങൾ ഈ തലയോട്ടി ഡെനിസോവനുകളുമായിട്ട് അടുത്ത ബന്ധമുള്ളതാകാമെന്ന് കണ്ടെത്തുകയും ചെയ്തു. എന്നാൽ ഇപ്പോഴും അതൊരു ചർച്ചാ വിഷയമാണ്. ഡ്രാഗൺ മാൻ യഥാർത്ഥത്തിലൊരു ഡെനിസോവനാണ് അല്ലെങ്കിൽ ഡ്രാഗൺ മാൻ ഫോസിൽ ഒരു ഡെനിസോവനാണ് ഇതുവരെ ഉറപ്പായിട്ടില്ല. എന്തായാലും ഇത്തരം കണ്ടെത്തലുകൾ നല്ല പ്രതീക്ഷ തരുന്നുണ്ട്. വർഷങ്ങളോളം വെറും ചില എല്ലുകളുടെയും നമ്മുടെ സ്വന്തം DNAയുടെയും സഹായത്തോടെ മാത്രം മനസ്സിലാക്കാൻ ശ്രമിച്ച ആ മിസ്റ്റീരിയസ് ആയിട്ടുള്ള മനുഷ്യവിഭാഗത്തിൻ്റെ മുഖം എങ്ങനെ ഇരിക്കുമെന്ന് നമുക്ക് ചിലപ്പോൾ പിടികിട്ടാൻ സാധ്യതയുണ്ട്. ഇനി 4ാമത്തെ തടസ്സം അല്ലെങ്കിൽ 4th വോൾ എന്ന് പറയുന്നത് ഇതുവരെയും മനുഷ്യൻ കാലുകുത്തിയിട്ടില്ലാത്ത മഞ്ഞുറഞ്ഞ വലിയൊരു ലോകത്തേക്കാണ്. അതായത് നമുക്കറിയാം, വേൾഡ് മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ ആഫ്രിക്ക, യൂറോപ്പ്, ഏഷ്യ, പിന്നെ വരുന്നത് തെക്ക് കിഴക്കൻ ഏഷ്യ കഴിഞ്ഞിട്ട് ഓസ്ട്രേലിയ. 7 ഭൂഖണ്ഡങ്ങളിൽ 4 ഭൂഖണ്ഡങ്ങൾ കണക്റ്റഡായി കിടപ്പുണ്ട്. അന്റാർട്ടിക്ക വിട്ടോളൂ, അന്റാർട്ടിക്കയിൽ മനുഷ്യൻ എത്തിയത് റീസെൻ്റ് ആയിട്ടാണ്. പക്ഷേ 2 ഭൂഖണ്ഡങ്ങൾ കടലിലൊരു ദ്വീപ് പോലെ കിടക്കുന്നുണ്ട്. ഏഷ്യയിൽ നിന്ന് യൂറോപ്പിൽ നിന്നും ഒക്കെ മാറി ഇപ്പോൾ ഓസ്ട്രേലിയ ഒരു ദ്വീപാണെങ്കിലും ചങ്ങാടങ്ങൾ എത്തിച്ചേർന്നു എന്ന് പറഞ്ഞല്ലോ. പക്ഷേ വടക്കേ അമേരിക്കയും തെക്കേ അമേരിക്കയും അവിടെ മനുഷ്യൻ ഉണ്ടായതല്ല, ആഫ്രിക്കയിൽ നിന്ന് കുടിയേറിയതാണ്. അപ്പോൾ ഈ 2 വലിയ ഭൂഖണ്ഡങ്ങളിലേക്ക് എങ്ങനെ മനുഷ്യൻ എത്തിച്ചേർന്നു എന്നുള്ള ചോദ്യം. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഗ്ലോബിനെയാണ് നമ്മൾ നോക്കേണ്ടത്. വേൾഡ് മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ വലത്തേ അറ്റം മുറിഞ്ഞു പോയിട്ടുണ്ട്. പിന്നെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് വീണ്ടും തുടങ്ങുകയാണ് ചെയ്യുന്നത്. പക്ഷേ ആക്ച്വലി ഈ പറയുന്ന റഷ്യയുടെ ഏറ്റവും കിഴക്കൻ ഭാഗത്ത് നിന്ന് ഒരു 10, 100, 200 കിലോമീറ്റർ ദൂരേക്ക് പോയി കഴിഞ്ഞാൽ അമേരിക്കയുടെ അലാസ്ക എന്ന് പറയുന്ന മഞ്ഞ് നിറഞ്ഞ പ്രദേശമുണ്ട്. ഞാൻ ഈ കിലോമീറ്റർ കണക്ക് പറയുന്നത് ഇതിനിടയ്ക്കുള്ള ദ്വീപുകളുടെ അടിസ്ഥാനമാക്കിയാണ്.
അപ്പോൾ ഈ റഷ്യയുടെ സൈബീരിയൻ പ്രദേശത്തിൻ്റെ കിഴക്ക് ഭാഗവും വടക്കൻ അമേരിക്കയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള അലാസ്കയും കണക്ട് ചെയ്യാനായിട്ട് പറ്റും. ഐസേജിൻ്റെ സമയത്ത് സമുദ്രനിരപ്പ് താഴ്ന്നപ്പോൾ അവിടെ ഒരു കരപ്രദേശം ഉണ്ടായിരുന്നു എന്നും ആ ബെറിഞ്ചിയ എന്ന വിശാലമായ കരയിലൂടെയാണ് മനുഷ്യൻ അമേരിക്കയിലേക്ക് കടന്നത് എന്നുമാണ് പഠനങ്ങളുള്ളത്. അതായത് നമ്മൾ ഈ പറഞ്ഞ വിഭാഗം പല ബ്രാഞ്ചുകളായി തെക്ക് കിഴക്കൻ ഏഷ്യയിലൊക്കെ പോയി ഓസ്ട്രേലിയയിലൊക്കെ പോയില്ലേ, അതിൽ നിന്ന് തണുപ്പിനെ അതിജീവിക്കാൻ കഴിയുന്ന രീതിയിൽ തുകലും തീയുമായിട്ട് പോയൊരു വിഭാഗം നിയാണ്ടർതാലിനെയും കീഴടക്കി സൈബീരിയ വഴി അമേരിക്കയിലേക്ക് കടന്നു എന്നർത്ഥം. നമ്മളിപ്പോഴും ഒരു ലാൻഡ് ബ്രിഡ്ജിലൂടെ അല്ലെങ്കിൽ കരപ്പാലത്തിലൂടെയാണ് മനുഷ്യൻ ഏഷ്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് പോയത് എന്ന് പറയും. പക്ഷേ അതൊരു ചെറിയ കോറിഡോറൊന്നുമല്ല, അത് വളരെ വലിയൊരു ഭൂഖണ്ഡം പോലെ കിടക്കുന്ന വളരെ വളരെ വാസ്റ്റായിട്ടുള്ളൊരു ഏരിയയാണ്. ആ സമയത്ത് ഒരുപക്ഷെ ബെറിഞ്ചിയ എന്ന് പറയുന്ന സ്ഥലത്ത് മരങ്ങളും പുഴകളും മലകളുമൊക്കെ ഉണ്ടായിരുന്നിരിക്കാം. മനുഷ്യൻ ആ തണുപ്പിനെ അതിജീവിച്ച് കാലങ്ങളായിട്ട് അവിടെ കോളനിയായി കുഞ്ഞുങ്ങളുണ്ടായിട്ട് പതിയെ ആയിരിക്കാം അമേരിക്കയിലേക്ക് പോയിട്ട് പിന്നെ വടക്കേ അമേരിക്കയിലും തെക്കേ അമേരിക്കയിലും ഒക്കെ എത്തിയത്. തുടർന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാനഡയിലൂടെ കയറി അമേരിക്ക, മെക്സിക്കോ, പനാമ അങ്ങനെ കടന്നിട്ട് പിന്നെ അർജൻറ്റീന, ബ്രസീൽ അങ്ങനെ പോയിട്ടുണ്ടായിരിക്കാം എന്നുള്ളതാണ്. പക്ഷേ അവിടെ ഒരു ചോദ്യമുണ്ട്, എപ്പോഴാണ് മനുഷ്യർ ആദ്യമായിട്ട് അമേരിക്കയിൽ എത്തിയത് എന്നുള്ളത്. ഇതൊരു ചെറിയ ചോദ്യമല്ല. ഇന്ന് ശാസ്ത്രലോകത്ത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന, ഇപ്പോഴും തീരുമാനമാകാത്തൊരു തർക്ക വിഷയമാണ്. വളരെ കാലങ്ങളായി നമ്മുടെ പാഠപുസ്തകങ്ങളിൽ ഉണ്ടായിരുന്നൊരു ഉത്തരവെന്ന് പറഞ്ഞാൽ മനുഷ്യൻ അമേരിക്കയിൽ എത്തിയത് വളരെ ലേറ്റായിട്ടാണെന്നാണ്. അതായത് ഒരു 13,000 മുതൽ 16,000 വർഷങ്ങൾക്ക് മുൻപ് ഒരു ഐസ് ഏജൊക്കെ അവസാനിച്ച് തുടങ്ങിയ സമയത്ത് അവർ അമേരിക്കയിലുടനീളം വ്യാപിച്ചു എന്നാണ് പഴയ വിശ്വാസം. കുറേ കാലം എന്നാൽ ശാസ്ത്രലോകം ഇതാണ് കരുതിയത്. എന്നാൽ ന്യൂ മെക്സിക്കോയിലെ വൈറ്റ് സാൻഡ്സിൽ നടന്നൊരു കണ്ടെത്തൽ ഇതിനെയൊക്കെ മാറ്റിമറിച്ചു. വളരെ കാലം മുൻപ് തന്നെ വരണ്ടുപോയൊരു തടാകത്തിൻ്റെ അടിത്തട്ടിലെ മണലിൽ അവർ ചില കാൽപ്പാടുകൾ കണ്ടെത്തി. അത് മനുഷ്യരുടെ കാൽപ്പാടുകളായിരുന്നു. ആ കാൽപ്പാടുകളുടെ പഴക്കം കണക്കാക്കുമ്പോൾ ശാസ്ത്രലോകം ഞെട്ടുന്ന റിസൾട്ടാണ് വന്നത്. 21,000 മുതൽ 23,000 വരെ വർഷങ്ങളുടെ പഴക്കമുണ്ട് ആ കാൽപ്പാടിന്. അതിൻ്റെ അർത്ഥം ഐസേജിൻ്റെ ഏറ്റവും തീവ്രമായ തണുപ്പുള്ള സമയങ്ങളിൽ തന്നെ മനുഷ്യൻ നോർത്ത് അമേരിക്കയുടെ ഉള്ളിൽ എത്തിയിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുമ്പോൾ നമ്മൾ പഠിച്ച പല കാര്യങ്ങളെയും മാറ്റി അതിനെ വിമർശിക്കപ്പെടുന്ന രീതിയിലേക്ക് വന്നു. അതിനിടയ്ക്കും തർക്കങ്ങളുണ്ടായി. കാൽപ്പാടുകളുടെ പഴക്കം കണക്കാക്കിയ രീതി തെറ്റാണെന്നും അവിടെ കാർബൺ ഡേറ്റിംഗ് നടത്തിയിട്ട് ഈ കാൽപ്പാടുകൾ ഉള്ളതിൻ്റെ അടിയിലുള്ള ജീവികൾ, മരിച്ചുപോയ ജീവികളുടെ ഫോസിലുകൾ പഠിച്ചാണ് നമ്മൾ ഈ പഴക്കം കണ്ടെത്തുന്നത്. അപ്പോൾ അതിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്നുള്ള പല പഠനങ്ങളും പല വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഒറ്റ മെത്തേഡല്ല, പല മെത്തേഡുകൾ ഉപയോഗിച്ച് പല സ്വതന്ത്ര ഏജൻസികൾ പല രീതിയിൽ പഠിച്ചപ്പോഴും ഏകദേശം 23,000 വർഷങ്ങളുടെ അല്ലെങ്കിൽ ഒരു 20-23,000 വർഷങ്ങളുടെ പഴക്കമുണ്ട് മനുഷ്യൻ അമേരിക്കൻ ഭൂഖണ്ഡത്തിലേക്ക് വ്യാപിച്ചപ്പോൾ എന്ന് കാണാം. പക്ഷേ തർക്കം തീർന്നോ? ഇല്ല. കാരണം ഈ മനുഷ്യർ നടന്നുപോയ സ്ഥലം ഓക്കെയാണ്. എന്നാൽ എവിടെ മനുഷ്യരുടെ ആയുധങ്ങൾ എന്ന് പറയുന്ന ഒരു കൂട്ടം ഗവേഷകരുണ്ട്. വിലപ്പെട്ട ആയുധങ്ങളോ ഉപകരണങ്ങളോ ഉപേക്ഷിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള ചോദ്യം വളരെ കൺഫ്യൂസ്ഡ് ആണ്. പക്ഷേ ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ സൈബീരിയ വഴി മനുഷ്യൻ അമേരിക്കയിലേക്ക് പോയത് വളരെ കാലം മുമ്പ് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഭൂമിയിൽ മനുഷ്യവാസം ഇല്ലാതിരുന്ന അവസാനത്തെ വലിയ വൻകരകൾ വടക്കേ അമേരിക്കയും തെക്കേ അമേരിക്കയാണെന്ന് പറയാൻ പറ്റില്ല എന്നർത്ഥം. ഇതിലെനിക്ക് ഏറ്റവും ക്യൂരിയസ് ആയിട്ട് റിസർച്ച് ചെയ്തപ്പോൾ തോന്നിയൊരു കാര്യം, ഹോമോസാപ്പിയൻസ് പല ഭൂഖണ്ഡങ്ങളിലേക്ക് പോയപ്പോൾ മറ്റു മനുഷ്യവംശം അപ്രത്യക്ഷമായി എന്ന് മാത്രമല്ല, ചില ഭീമന്മാരായിട്ടുള്ള ജീവികളും പോയി എന്നുള്ളതാണ്. അതായത് വംശമറ്റ് പോയി. ആദ്യം നമുക്ക് ഭീമൻ മൃഗങ്ങളുടെ കാര്യം പറയാം. ഐസേജിൻ്റെ വലിയൊരു സമയത്ത് ഈ ലോകം മുഴുവൻ നിറഞ്ഞിരുന്ന ചില ജീവികളുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. മാമത്തുകൾ, ഒരു കാറിൻ്റെ വലിപ്പമുള്ള വലിയ സ്ലോത്തുകൾ, ഗ്രൗണ്ട് സ്ലോത്തുകൾ, ഓസ്ട്രേലിയയിലെ ഭീമൻ വോംബാറ്റുകൾ, പറക്കാൻ കഴിയാത്ത വലിയ പക്ഷികൾ, ഒട്ടക പക്ഷികളെ വെല്ലുന്ന വലിയ പക്ഷികൾ, അങ്ങനെ പലതും മനുഷ്യൻ വന്നതിന് ശേഷം ഭൂമിയിൽ നിന്നും അപ്രത്യക്ഷമായി. അപ്പോൾ അതൊരു വലിയ പാറ്റേൺ ആണ്. മനുഷ്യനെത്തി അധികം വൈകാതെ തന്നെ അവിടുത്തെ ജീവികളെല്ലാം അപ്രത്യക്ഷമാകുന്നത് ചരിത്രത്തിൽ പല ഭാഗത്തും ആവർത്തിച്ച് കാണാം. അമേരിക്കയിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്ന വലിയ മാമൽസിൻ്റെ 30-ലധികം വർഗ്ഗങ്ങളാണ് സത്യത്തിൽ അവിടെ നിന്ന് ഇല്ലാതായത്. ഏകദേശം 12,000 വർഷങ്ങൾക്ക് മുമ്പ് ഇത്തരത്തിൽ പല ജീവികളും ഇല്ലാതായതിൻ്റെ ഫുട് പ്രിൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ മനുഷ്യൻ്റെ കൈകളുണ്ടോ? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. നമ്മളാണോ കൊന്നൊടുക്കിയത്? അതും തർക്കമാണ്. മനുഷ്യനാണ് ചെയ്തതെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഓവർകിൽ എന്ന് പറയുന്നത്. 10,000-കണക്കിന് വർഷങ്ങളായിട്ട് സ്വതന്ത്രമായിട്ടൊരു ഹാബിറ്റാറ്റിൽ ജീവിക്കുന്ന ജീവികളുടെ ഇടയിലേക്ക് 2 കാലിൽ നടക്കുന്ന ഒരു മൃഗം കടന്നു വരുന്നു. ആ ജീവികൾക്ക് മനുഷ്യനെ വളരെ വലിയ വെല്ലുവിളിയായിട്ട് തോന്നിയില്ല. പക്ഷേ മനുഷ്യർ കൃത്യമായിട്ട് അതിനെ അറ്റാക്ക് ചെയ്ത് വലിയ ശരീരമുള്ളതുകൊണ്ട് അവരുടെ മാംസം ഭക്ഷിക്കാൻ വേണ്ടി തുടരെ കൊന്നൊടുക്കി എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ മറുഭാഗത്ത് വരുന്ന വാദം മനുഷ്യനല്ല, മറിച്ച് മനുഷ്യനെ പല ഭൂഖണ്ഡങ്ങളിലേക്ക് എത്തിച്ച അതേ സ്ട്രേഞ്ച് ആയിട്ടുള്ള കാലാവസ്ഥാ വ്യതിയാനം
പലതരത്തിലുള്ള ജീവജാലങ്ങളുടെ അഡാപ്റ്റേഷനെ മാറ്റിമറിക്കുകയും തണുത്ത കാലാവസ്ഥ ചൂടിലേക്ക് മാറിയപ്പോൾ വളരെ കുറച്ചു മാത്രം കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുന്ന ഇത്തരം ജീവജാലങ്ങൾ പരിണമിക്കാതെ വംശനാശം വന്നു പോയി എന്നും പറയുന്ന പഠനങ്ങളും കാണാൻ കഴിയും. എന്തായാലും ഇതിലേതായാലും മനുഷ്യൻ്റെ വരവോടുകൂടി പല ജീവജാലങ്ങളും അപ്രത്യക്ഷമായി എന്നുള്ള വാസ്തവവും തെളിവുകളും നിലവിലുണ്ട്. പിന്നെ ഒരു ചോദ്യമുണ്ട്, മനുഷ്യർ ഒരുപാട് ജീവികളെ കൊന്നൊടുക്കിയിട്ടുണ്ടെങ്കിൽ ഇത്തരം വലിയ ജീവികളെ കീറി മുറിച്ച് നശിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള വലിയ വലിയ ആയുധങ്ങളും അത്രത്തോളം എണ്ണം ആയുധങ്ങളും ഉണ്ടാവണം. അതിൻ്റെ ഫോസിലുകളൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. ഇത്തരം ജീവികളെ കൂട്ടത്തോടെ കൊന്നൊടുക്കിയ രീതിയിൽ അവരുടെ അസ്ഥികൂടങ്ങളും കൂട്ടക്കൊലയുടെ അസ്ഥികൂടങ്ങളും കിട്ടിയിട്ടില്ല. അപ്പോൾ അത്തരം ചില സ്പെക്കുലേഷൻസ് ഈ മേഖലയിൽ നിൽക്കുന്നുണ്ട് എന്നർത്ഥം. അപ്പോൾ രണ്ടാമത്തെ ചോദ്യമാണ്, നമ്മളല്ലാത്ത മറ്റ് മനുഷ്യമൃഗങ്ങൾക്ക് എന്ത് സംഭവിച്ചു? അവരെയും നമ്മൾ ഇതുപോലെ കൂട്ടക്കുരുതി ചെയ്തതാണോ, അല്ലെങ്കിൽ കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് നമ്മൾ മാത്രം നിലനിന്നതാണോ? അങ്ങനെ പല കാര്യങ്ങളുമുണ്ട്. നമ്മൾ പെരുകിയ സമയത്ത് നിയാണ്ടർതാൾസുമായിട്ട് യുദ്ധം ചെയ്തിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. ഒരുപക്ഷെ കുറേ വിഭാഗങ്ങളെ നമ്മൾ അങ്ങനെ കൊന്നിട്ടുണ്ടാകാം, യുദ്ധത്തിലൂടെ കൊന്നിട്ടുണ്ടാവാം. മനുഷ്യർ പരസ്പരം ഇപ്പോഴും ആക്രമിക്കുമല്ലോ, അപ്പോൾ അന്ന് സ്വാഭാവികമായിട്ടും കൊന്നിട്ടുണ്ടാവാം. പിന്നെ മറ്റൊന്നെന്ന് പറയുന്നത്, രണ്ട് ജീവിവിഭാഗങ്ങൾ നല്ല സംയോജനത്തോടെ ജീവിച്ചാലും റിസോഴ്സുകൾക്ക് വേണ്ടി അടിയുണ്ടാവും. കാട്ടുപോത്തുകളെയും ആനകളെയും അതുപോലെ തന്നെ മറ്റ് ഭക്ഷണ വസ്തുക്കളെയും ഒക്കെ തന്നെ തർക്കത്തിലൂടെ ആയിരിക്കും ഷെയർ ചെയ്യുക. അപ്പോൾ നന്നായിട്ട് കിട്ടിയ ബുദ്ധിയുള്ള ജീവികൾ ഹോമോസാപ്പിയൻസ് ആയിരിക്കാം. കരുത്തുണ്ടെങ്കിലും ഹോമോസാപ്പിയൻസിൻ്റെ അത്ര ഐക്യമില്ലാത്തതുകൊണ്ട് നിയാണ്ടർതാലുകൾ പോലെയുള്ളവ പട്ടിണി കിടന്ന് മരിച്ചിട്ടുണ്ടാവാം. സോ പൂർണ്ണമായും കൊന്നൊടുക്കിയിട്ട് ആദ്യകാലം തൊട്ടേ മനുഷ്യൻ ക്രൂരനായിരുന്നു എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ നമുക്കറിയില്ല, പല സാഹചര്യങ്ങളുണ്ട്. ഇപ്പോൾ 1 മീറ്റർ മാത്രം ഉയരമുള്ള ഫ്ലോറസിലെ കുഞ്ഞൻ മനുഷ്യരുടെ കാര്യമെടുത്താൽ അവരുടെ ദ്വീപിൽ മാത്രം ഉണ്ടായിരുന്ന ചില മനുഷ്യവർഗമാണ്. പക്ഷേ അവരില്ലാതായ സമയത്ത് ആ ദ്വീപിൽ ഒരു വലിയ വരൾച്ച വന്നിരുന്നു എന്നുള്ളതിന് തെളിവുണ്ട്. അപ്പോൾ ഒരുപക്ഷെ വംശനാശം വന്നത് വരൾച്ച മൂലമായിരിക്കാം. അങ്ങനെ ഒരു വിഭാഗം ഇല്ലാതെയാകാം. അതുകൊണ്ട് മനുഷ്യപരിണാമത്തിൻ്റെ വലിയ കഥയുടെ അവസാനം നമ്മൾ എത്തി നിൽക്കുന്നത് സുഖകരമല്ലാത്തൊരു യാഥാർത്ഥ്യത്തിൻ്റെ മുന്നിലാണ്. നമ്മൾ മാത്രമാണ് ഇന്ന് അവശേഷിക്കുന്ന ഒരേ ഒരു മനുഷ്യരെന്ന് മാത്രമല്ല, മറ്റ് മനുഷ്യരെ കൂടാഞ്ഞിട്ട് മറ്റ് പല സസ്തനികളെയും നമ്മൾ ഇല്ലാതാക്കി എന്നൊരു വിഷയമുണ്ട്. അപ്പോൾ ഇതിനൊന്നും ഒരൊറ്റ ഉത്തരം എൻ്റെ കയ്യിലില്ല. യുദ്ധമുണ്ട്, റിസോഴ്സുകളുണ്ട്, പിന്നെ നമ്മൾ അവരുമായിട്ട് ഇണചേർന്നിട്ട് മറ്റു മനുഷ്യരുടെ ഇടയിലേക്ക് നമ്മൾ ഇഴുകിച്ചേർന്നിട്ട് ഡോമിനേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും ഇതിൻ്റെ ഉള്ളിൽ പല പഠനങ്ങളിലൂടെ നമുക്ക് റീസെൻറ്റ് സ്റ്റഡീസ് വെച്ച് കാണാൻ പറ്റും. പക്ഷേ ഞാൻ ഇങ്ങനെയുള്ള കൺഫ്യൂഷൻസ് നിങ്ങളിൽ അവസാനിപ്പിക്കുമ്പോഴും ഒരു ഏകദേശം ഐഡിയ കിട്ടിയില്ലേ? പല കോംപ്ലക്സ് ആയിട്ടുള്ള പാറ്റേൺസിലൂടെയാണ് നമ്മൾ ലോകം കീഴടക്കിയെന്നുള്ള. എന്നാൽ ഇത് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് തുടക്കത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ആഫ്രിക്കയിൽ നിന്ന് മനുഷ്യൻ തീരപ്രദേശം വഴി ഹോമോസാപ്പിയൻസ് തെക്ക് കിഴക്കൻ ഏഷ്യയിലേക്ക് പോയല്ലോ. അപ്പോൾ തീരപ്രദേശത്തെ ഒരു ഹൈവേ പോലെ ഉപയോഗിച്ചു എന്നും പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ തീരത്തിലൂടെ അവർ സഞ്ചരിച്ചിട്ടുണ്ടാവും. എല്ലാ ആളുകളും ഇന്ത്യൻ തീരപ്രദേശത്തൂടെ കടന്ന് അങ്ങ് മ്യാൻമാറിലേക്കും തായ്ലൻഡിലേക്കും കംബോഡിയയിലേക്കും പോയെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ചില ആളുകൾ ഇവിടെ നിന്നിട്ടുണ്ടാവാം. അതായത് ഇന്ത്യൻ തീരപ്രദേശത്തിലൂടെ പോയ മനുഷ്യരിൽ ആരൊക്കെയാണ് നമ്മുടെ ഇടയിൽ നിന്നത്, അല്ലെങ്കിൽ ഇവിടെ പല കൾച്ചേഴ്സ് ഉണ്ടാക്കിയെടുത്തത്? കാരണം ഇന്നത്തെ ഇന്ത്യയായി മാറിയത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് മനുഷ്യൻ എത്തുമ്പോഴാണല്ലോ. സോ ഒറ്റ വരിയിൽ തീർക്കാൻ പറ്റുന്ന ചരിത്രമല്ല ഇന്ത്യയിലേക്കുള്ള മനുഷ്യൻ്റെ കുടിയേറ്റം എന്ന് പറയുന്നത്. അതിന് പല ലെയറുകളുണ്ട്, പല കാലഘട്ടങ്ങളുണ്ട്. വന്നവരും പോയവരും ബാക്കിയായവരും ചേർന്ന വലിയൊരു മിക്സ് ഉണ്ട്. മനുഷ്യൻ്റെ കഴിഞ്ഞ കാലത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനങ്ങളിൽ ഏറ്റവും കൂടുതൽ ഡിബേറ്റ് നടക്കുന്നതും ഏറ്റവും കൂടുതൽ പൊളിറ്റിക്കൽ ഫേസ് ഉള്ളതും ഒക്കെ തന്നെ ഇന്ത്യയുടെ ആദിമവാസികൾ ആരായിരുന്നു, ഇന്ത്യയിൽ ഓരോ വിഭാഗങ്ങളും എങ്ങനെ എത്തി, ഇന്ത്യക്കാരുടെ ജനിതകം എങ്ങനെയാണ് എന്ന അന്വേഷണമാണ്. ഒരുപക്ഷെ അതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് സംസാരിക്കേണ്ടി വരും. ഞാൻ ഉറപ്പ് പറയുന്നില്ല. ബട്ട് നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണ്, നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഇന്ത്യക്കാരുടെ പൂർവികരുടെ ചരിത്രത്തെക്കുറിച്ച് എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിലൊരു പഠനം നടത്തി നമുക്കൊരു എപ്പിസോഡ് ചെയ്യാം. എന്തായാലും ഈ വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ താഴെ ഇട്ടിരിക്കുന്ന ആ ഫ്രീ ഗൈഡും പിന്നെ എൻ്റെ കോഴ്സുകളും നിങ്ങൾ അറ്റൻഡ് ചെയ്യാനായിട്ട് മറക്കണ്ട. അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ